മലേഷ്യയിൽ സാധാരണ തെരുവ് നായ്ക്കളെ അധികം കാണാറില്ല, പക്ഷേ ഇവിടെ എന്താണെന്ന് അറിയത്തില്ല, ഒരുപാട് പട്ടിയുണ്ട്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ കാൽപ്പാട് കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ഒരു അമ്പലത്തിൽ ഹനുമാൻ സ്വാമിയുടെ കാൽപ്പാട് കാണാൻ പറ്റുമെന്ന്. അപ്പം പിന്നെ അത് കാണാമെന്ന് കരുതി വന്നതാണ്. വരുമ്പോൾ വലത് സൈഡിലായിട്ട് ഒരു വലിയ പാറയുണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള പാറയാണ്. അതിൽ ഒരു ചൈനീസ് നാവികൻ്റെ പടം വരച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് കേട്ടോ ഈ ചൈനീസ് ടെമ്പിൾ അറിയപ്പെടുന്നത്. സാംപോ എന്നാണ് അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ ഈ നമ്മൾ കയറി വരുന്നത് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. അതിൻ്റെ വലത് ഭാഗത്ത് കാണുന്ന അമ്പലമാണ്. അപ്പോൾ ദാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ വഴി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഗാർഡനുള്ളിൽ കൂടെ. ഈ ചെറിയ അമ്പലവും ചെറിയ ഗാർഡനുമാണ്, പക്ഷേ ഭയങ്കര വ്യൂ ഉള്ളൊരു അമ്പലമാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ കടലും അതിൻ്റെ പുറകിലത്തെ പിനാങ് ബ്രിഡ്ജും കുറേ ബോട്ടുകളൊക്കെ കാണാം. ഈ അമ്പലം മലേഷ്യയിലെ ബട്ടു മൗങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷർമാൻസ് വില്ലേജിലാണ് ഉള്ളത്. ഞാൻ വന്നത് ഒരു 3 മണി സമയമായതുകൊണ്ട് ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. AD 1371 ചൈനയിൽ നിന്നും മലേഷ്യയിലെത്തിയ ഒരു നാവികൻ്റെ ആൾരൂപമാണ് ഈ വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ അമ്പലം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ചൈനീസ് പേര് ചെങ് ഹോ എന്നാണ്. ലോക്കലി അദ്ദേഹത്തെ ആളുകൾ വിളിച്ചിരുന്നത് സാംപോ എന്നാണ്. അതുകൊണ്ടാണ് ഈ അമ്പലത്തിന് സാംപോ ടെമ്പിൾ എന്ന പേര് വന്നിരിക്കുന്നത്. ഈ അമ്പലത്തിലുള്ളിലാണ് ഹനുമാൻ സ്വാമിയുടേതെന്ന് ഇവിടുത്തെ ലോക്കൽ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന കാൽപ്പാടുള്ളത്. വളരെ ചെറിയൊരു ചൈനീസ് ക്ഷേത്രമാണ്. സാധാരണ ചൈനീസ് അമ്പലങ്ങളിൽ കാണുന്ന ചുമന്ന ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അമ്പലത്തിന് 2 ഭാഗത്തും 2 രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ വന്ന ഹനുമാൻ സ്വാമിയുടെ കാൽപ്പാട്. ഈ കാൽപ്പാടിന് ഉള്ളിൽ കുറേ മിസ്റ്ററി സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. ചൈനീസ് ആൾക്കാർ വിചാരിക്കുന്നത് നേരത്തെ പറഞ്ഞ സാംപോ എന്ന നാവികന് സാധാരണ മനുഷ്യരിൽ കവിഞ്ഞ നീളവും വണ്ണവും ഉണ്ടായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ കാൽപ്പാടാണ് ഇതെന്നുമാണ്. ചിലർ പറയുന്നത് അന്നത്തെ രാജാവ് ഇദ്ദേഹം ഇവിടെ വന്ന സന്തോഷത്തിൽ അദ്ദേഹത്തിൻ്റെ കാൽപ്പാട് ഒരു പാറയിൽ കുത്തി വെച്ചിരുന്നു, അതാണ് ഇതെന്നും വിശ്വസിക്കുന്നുണ്ട്. ഇവിടെയുള്ള മലേഷ്യൻ ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം അവർ പറയുന്നത് ഹനുമാൻ സ്വാമി ഹിമാലയത്തിലേക്ക് സഞ്ജീവനിക്ക് വേണ്ടി പോയപ്പോൾ ഇവിടെ വന്നിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ കാൽപ്പാടാണ് ഇതെന്നുമാണ്. ഇതൊന്നുമല്ല മലയക്കാർ പറയുന്നത്. അവർ പറയുന്നത് കുറേ നാൾ മുമ്പ് ഇവിടെ ഒരു ക്രീച്ചർ ഉണ്ടായിരുന്നെന്നും ഭയങ്കരമായിട്ട് രോമമുള്ള കരടിയുടേതുപോലെ വലിപ്പമുള്ള ഒരു മനുഷ്യനെ തിന്നുന്ന ക്രീച്ചറാണെന്നും അതിൻ്റെ കാൽപ്പാടാണ് ഇതെന്നുമാണ്. ഞാനിപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ പിൻഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു കപ്പൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പണ്ട് സാംപോ വന്ന കപ്പലിൻ്റെ മോഡലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചൈനീസ് സീല് വെച്ചിട്ടുണ്ട്. അത് ആരുടെ എന്താണെന്നൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. നമ്മൾ മെയിൻ എൻട്രൻസ് വഴി ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് വലതുവശത്തൊരു വലിയ പാറ കണ്ടില്ലേ? അതിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ അത് മുഴുവനായിട്ടും ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ 2 ചൈനീസ് അങ്കിൾമാർ ഇരിപ്പുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പം അവർ കയറി പൊക്കോ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പതുക്കെ അതിൻ്റെ മുകളിലേക്ക് വന്നു. ഇവിടെ വന്നപ്പം ഏതോ ചൈനീസ് മൂർത്തിയാണെന്നും പറഞ്ഞ് നോക്കിയതാണ്. പക്ഷേ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഇവിടെ വെച്ചിരിക്കുന്ന പ്രതിഷ്ഠ നമ്മുടെ ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠയാണ് കേട്ടോ. പൂജാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പൂക്കൾ വയ്ക്കുകയും ചന്ദനത്തിരി കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര മതസൗഹാർദ്ദം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഹിന്ദു ടെമ്പിൾസിൽ ചൈനീസ് ആൾക്കാർ വരാറുണ്ട്. ആ കാണുന്ന അമ്പലത്തിലാണ് നമ്മളിപ്പോൾ കാൽപ്പാട് കണ്ടത്. അതിൻ്റെ അവിടുന്ന് മുകളിലേക്കാണ് ഈ പാറയുള്ളത്. ഈ പാറയുടെ മുകളിൽ എന്താ സംഭവം എന്നൊന്നും എഴുതി വെച്ചിട്ടോ ഒന്നും അറിയത്തില്ല. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടും കണ്ടില്ല. ഞാൻ ഈ അമ്പലത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഫുള്ള് ഗൂഗിൾ ചെയ്തിട്ടായിരുന്നു വന്നേ. ഇതിൻ്റെ മുകളിൽ വന്നപ്പോൾ കുറേ പട്ടിത്തീട്ടമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പുറത്തുനിന്ന് അത് ലോക്ക് ചെയ്തിരുന്നത്. പുറത്തുനിന്ന് റോഡിൽ നിന്ന് ഇവിടോട്ട് കയറി വരാൻ ഒരു വഴിയുണ്ട്. അത് അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ അമ്പലമാണോ എന്തോ എന്നൊന്നും അറിയത്തില്ല. സാധാരണ ചൈനീസ് ടെമ്പിളിൽ എന്തെങ്കിലുമൊക്കെ ഒരു മൂർത്തി രൂപങ്ങളൊക്കെ വെക്കുന്നത് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. എനിക്കിവിടെ കണ്ടിട്ടൊരു കുരിയാല പോലെയാണ് തോന്നിയത് കേട്ടോ. ചില ഹിന്ദുക്കളുടെ വീട്ടിൽ ആളുകൾ മരിച്ചു കഴിയുമ്പം അവരെ അടക്കിയതിൻ്റെ മുകളിലായിട്ടൊരു കല്ലറ പോലെ വെക്കാറുണ്ട്. എന്നിട്ട് അവിടെ അവരെ സ്ഥിരമായിട്ട് വിളക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്യും. അതിനെയാണ് നമ്മളെ നാട്ടിൽ കുരിയാല എന്ന് പറയുന്നത് കേട്ടോ. അതും ഇനി പുള്ളിക്കാരൻ ഇവിടെ വന്ന് കപ്പലിറങ്ങിയതിൻ്റെ ഒരു സൂചകമായിട്ട് വെച്ചേക്കുന്ന ഒരു സ്മാരകമാണോന്നും അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള വ്യൂ ഭയങ്കര നല്ലതാണ്. നമുക്ക് നന്നായിട്ട് കടലും പിനാങ് ബ്രിഡ്ജും ഒക്കെ കാണാൻ പറ്റും. നല്ല പീസ്ഫുള്ളായിട്ടൊരു അറ്റ്മോസ്ഫിയറുമാണ്. അറ്റ്മോസ്ഫിയറൊക്കെ പീസ്ഫുള്ളാണെങ്കിലും എനിക്കെന്തോ ഇവിടെ നിൽക്കാൻ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം ഈ ഏരിയയിലെങ്ങും ആരും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ബൈ ബൈ.